ശ്രീ മടിയൻകൂലം കലശോത്സവം മെയ് 22, 23 തീയതികളിൽ നടക്കും. ഓലകൊത്തൽ ചടങ്ങ് 19 നടക്കും. ഉത്തര മലബാറിലെ ആരാധനാലയങ്ങളിൽ ചരിത്രപ്രസിദ്ധമായതും ആചാര അനുഷ്ഠാനങ്ങളാൽ വ്യത്യസ്തത പുലർത്തുന്നതുമായ ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം കലശോത്സവം മെയ് 22, 23 തീയതികളിൽ നടക്കും. പൗരാണിക ആചാരങ്ങളും വിശ്വാസവും ഒത്തുചേരുന്ന ഈ മഹോത്സവത്തിന്റെ അകത്തെ കലശ ചടങ്ങുകൾ മെയ് 22-നും പുറത്തെ കലശ ചടങ്ങുകൾ മെയ് 23-നും നടക്കും. കലശോത്സവത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഓലകൊത്തൽ ചടങ്ങ് മെയ് 19 ചൊവ്വാഴ്ച രാവിലെ 7:50 മുതൽ 8:40 വരെ അടോട്ട് മൂത്തേടത്ത് കുതിര, കിഴക്കുംകര, എളയെടത്ത് കുതിര എന്നിവിടങ്ങളിൽ ആചാരവിധിപ്രകാരം നടക്കും. ക്ഷേത്രത്തിൽ ശനിയാഴ്ച നടന്ന പ്രശ്നചിന്തയുടെ അടിസ്ഥാനത്തിൽ ജന്മകണിശൻ വിനോദ് കപ്പണക്കാൽ ഓലകൊത്തലിന്റെയും കലശോത്സവത്തിന്റെയും നാളുകൾ നിർണയിച്ചു. 1201 ഇടവമാസം 8-9, 2026 മെയ് മാസം 22, 23 വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കലശോത്സവം. 1201 ഇടവമാസം 5-ാം തീയതി ചൊവ്വാഴ്ച പകൽ 19/5/2026 7:50 മുതൽ 8:10 വരെ മകീരം 4-ാം കാല മിഥുനരാശ സമയം അടയിട്ട് മുത്തേടത്ത് കുതിരയിൽ ഓലകൊത്താൻ ശുഭം. 1201 ഇടവമാസം 5-ന് ചൊവ്വാഴ്ച പകൽ 19/5/2026 പകൽ 8:15 മുതൽ 8:40 വരെ മകീരം 4-ാം കാല മിഥുനരാശ സമയം പുള്ളിക്കരിങ്കാളിമേരെടുത്ത് ഓലകൊത്താൻ ശുഭം. ചടങ്ങിൽ മുല്ലച്ചേരി നായരച്ചൻ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VM ജയദേവൻ, ട്രസ്റ്റി ബോർഡ് അംഗം NV ബേബിരാജ്, കുമണാർ കളരി മൂത്തകുരിക്കൽ, മടിയൻ കർണമൂർത്തി, മടിയൻ ചിങ്കം, മടിയൻ പുല്ലൂരാൻ, പാറക്കാടൻ, പടിഞ്ഞാറ്റൻ, ആലന്തട്ട ആശാരി, കലശം എഴുന്നള്ളിക്കുന്ന കളരിയിലുള്ളവർ, ആചാരസ്ഥാനികർ, ക്ഷേത്ര ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു. പൗരാണിക ആചാരങ്ങളും വിശ്വാസവും ഒത്തുചേരുന്ന ഈ മഹോത്സവത്തിൽ മെയ് 22-ന് അകത്തെ കലശ നാളിൽ രാത്രി പെരളം വയലിൽ കലശം, അടോട്ട് മൂത്തേടത്ത് കുതിര കലശം, കിഴക്കുംകര എളയെടത്ത് കുതിര കലശം എന്നീ 3 കലശങ്ങളും മണാളൻ, മണാട്ടി, മാഞ്ഞാളമ്മ എന്നീ 3 തെയ്യങ്ങളും അരങ്ങിലെത്തും. മെയ് 23 പുറത്തെ കലശ നാളിൽ വൈകിട്ട് പെരളം വയലിൽ അടോട്ട് മൂത്തേടത്ത് കുതിര എന്നിവിടങ്ങളിലെ ഓരോ കലശവും, കിഴക്കുംകര എളയെടത്ത് കുതിര, മടിക്കൈ പെരിയാങ്കോട്ട ഭഗവതി ക്ഷേത്ര കളരിയിലെ 2 കലശങ്ങളുമടക്കം 6 കലശങ്ങൾ ഭക്തജന ആരവത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തെ വലം വയ്ക്കുന്നതോടൊപ്പം ക്ഷേത്രപാലകൻ, കാളരാത്രി, നടയിൽ ഭഗവതി എന്നീ തെയ്യങ്ങളും അരങ്ങിലെത്തും. ഒപ്പം മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മീൻകോവ സമർപ്പണവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.